സ്കൂളിലെടുത്താ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം, അൽഹംദുലില്ലാ. ഫുള്ള് സ്കിപ്പാക്കിയിട്ട് നോക്കല്ലേ പ്ലീസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും ഷെയറും പുതിയ ആൾക്കാർ കണ്ടാൽ സബ്സ്ക്രൈബ് ആക്കാൻ റെഡി ആയിട്ട് സുബൈക്ക് എന്നെ ഭയങ്കര ഞാനത്തെ വീഡിയോ ആവുക കുറച്ച് ലേറ്റായി ഇടാൻ. അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല, നമ്മുടെ ചൂട് കൽത്തപ്പയും മുട്ടക്കറിയും ഉണ്ടാക്കുന്നു. കൽത്തപ്പത്തിൻ്റെ മണ വരുമ്പോൾ ഭയങ്കര വിശപ്പ് കൂടുന്നല്ലേ. ഇന്നത്തെ ദിവസത്തിന് പ്ലാനിങ് ആയി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇന്നെന്തൊക്കെ ചെയ്യണമെന്ന്. പ്ലാനിങ്ങിലാണ് ഞാൻ. ഇന്ന് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഒരിടത്തേക്ക് പോകാനുണ്ട്. പിന്നെ അതിന് മുമ്പ് ഭയങ്കര ടാസ്ക് നടന്നോണ്ട് എന്താ വെച്ചാൽ ജസ്റ്റ് അവിടെ പ്രൊജക്റ്റ് എഴുതിക്കോണുണ്ട്. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ 3 ചാർട്ടായിട്ടാണ് ഉണ്ടത്. കുട്ടികൾക്ക് സ്കൂൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് പിറകെ നിൽക്കണല്ലേ. ചെറിയ മക്കളല്ലേ, നമ്മൾ കൂടെയെങ്കിലും ഓർക്കും ഒരു ഇൻട്രസ്റ്റ് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ ആരും ഉമ്മമാർക്ക് ടെൻഷനല്ലേ. എക്സാം വരുമ്പോഴായെങ്കിലും പ്രൊജക്റ്റ് സെമിനാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെമിനാർ തരുമ്പോൾ പ്രൊജക്റ്റ് തന്നെങ്കിലോ അത് അവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കരുത്. എന്താ വെച്ചാൽ പഠിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് നമ്മളെ ഒരു എന്താ വെച്ചാൽ അവകാശമല്ലേ. എഴുതാനോ വായിക്കാനോ മടി കാണിച്ചാലും നമ്മൾ ഒപ്പം ഇരുന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ചാർട്ട് ബോർഡിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാനും എഴുതാനും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൽ ഭയങ്കര ചൂടാവാതെ നീയത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടെ നിൽക്കണം. ചിലപ്പോൾ ദേഷ്യം വരും, അത് സ്വാഭാവികം, അതെല്ലാം അമ്മമാർക്ക് വരും ചിലപ്പോൾ. അത് ഞാൻ പറഞ്ഞു പഠനം എന്ന് വെച്ചില്ലെങ്കിൽ ഓർക്കൊരു ഭാരമായി തോന്നരുത്, പകരം ഒരു സന്തോഷമായി മാറണം. നമ്മൾ കൊടുക്കുന്നത് ചെറിയ ചെറിയ ഹെൽപ്പല്ലോ ഓർക്ക് ഭയങ്കര ആത്മവിശ്വാസം വരും. ഓട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലേക്ക് 2 പേരും പോയി. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം ഒരു സർപ്രൈസ് യാത്ര പോവാൻ. നമ്മൾ പോവാൻ ഒരുങ്ങിക്കോണ്. സ്കൂളിൽ നിന്ന് വന്ന് ഡ്രസ് യൂണിഫോം എല്ലാം മാറ്റി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി അമ്മ എടയ്ക്ക് പോകുന്ന റിയാസിന്റെ പെങ്ങളെടുക്കാണ് ഈ പോകുന്നത്. കുറേ നാളായിട്ട് വാ 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 വിളിച്ചോണുണ്ട്. ഇവിടേക്ക് ഒരുക്ക വരുമോ. ഞാൻ ഓളോ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരെന്നെന്തോ നിന്നിനി, പിന്നെ നിന്നിട്ടാ. അപ്പോൾ കുറേ ഡേയ്സായി, കുറേ ആയി വിളിക്കുന്നു വാ വാ വാ. എന്തായാലും ഇന്ന് അതൊരു തീരുമാനമായി. വൈകിട്ടല്ല പോകുന്നത്, നല്ലൊരു മഴക്കാറുണ്ട്, നല്ല കുളിർമയുള്ള ഒരു തണുപ്പും. രണ്ടും വണ്ടിയിൽ തുള്ളിച്ചാടുന്നുണ്ട്. കുറേ നാളായിട്ട് കാണുന്നല്ല, അതിൻ്റെ സന്തോഷം പോകുന്നിട്ട് അവരും വിളിച്ചോണ്ട് 2 സെയിനും സിയയും ഒരു മക്കളും എൻ്റെ വിളിച്ചോണ്ട് ബാബാ ചെലിട്ട്. എൻ്റെ 2 സന്തോഷമായി. ഓർ കടന്നിട്ടുണ്ടായി. മദ്രസ കഴിഞ്ഞിട്ട് ഈടുക്ക് നമ്മളെടുക്ക് വരുന്നിട്ട് കരഞ്ഞിട്ട് അടുക്ക് എന്നെ ഉറങ്ങിയതാലോ. എന്നിട്ട് നമ്മൾ വന്നല്ലേ, അപ്പം നമ്മൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കിടാക്കള കളിയും ചിരിയും ബഹളവും ഒക്കെ ആയി. അതിനിടയിൽ ഇന്നത്തെ മെയിൻ പരിപാടി മജിബൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. വെറുതെ ഇരുന്നിട്ട് മജിബൂസ് തിന്നാൽ പോരല്ലോ, ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടെ സഹായിക്കണല്ലേ. അങ്ങനെ സഹായിക്കണമെന്ന് കരുതി ഞാനും കിച്ചണിലേക്ക് പോയി. ഇങ്ങനെ ഉള്ളി കട്ടാക്കി കോണിയുണ്ട്. അങ്ങനെ തുടങ്ങ അത്ര വീട്ടിലെ ഫുഡ് ആക്കി കൊണ്ടുപോകുന്നു. വെള്ളിയാഴ്ച സ്പെഷ്യൽ അല്ല മജ്ബൂസ് ബിരിയാണി അങ്ങനത്തെല്ലോ. സാധനം കുറവായില്ല മാത്രം. എത്ര നായി തുടങ്ങിയിട്ട് ഒരു 10-15 ദിവസമായാണ്. കച്ചവടം ഉണ്ടാവും. അതൊക്കെ പറഞ്ഞോട്ടെ സ്കൂളിലെടുത്താ കോളേജിലെടുത്താ. പിന്നെ ഓർക്ക് രാത്രി എനിക്ക് ഫുഡ് ആക്കണത് അല്ല മക്കൾ നമ്മ ഫുഡ് ആക്കണ്ടേ. ഞങ്ങൾ ഉള്ളി മുറിക്കുന്ന ഇടയിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടാലോ ഒന്നേക്ക് 2 ബിസിനസ്സുകാർ എന്തോടികളുടെ ഡീൽ ഉറപ്പിക്കാണെന്ന്. ഫസ്റ്റ് വേറെ ആളുടെ ക്യാൻറ്റീൻ ബിസിനസ്സും ലാഭമൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലേ. മെല്ലെ നമ്മളെ മനസ്സിലൊരു ബിസിനസ് ഇരിക്കുന്നില്ല, അത് നമ്മൾ 2 ബിസിനസ് ഉണർന്നു മനസ്സിലുള്ളത്. പിന്നെ നാട്ടുകാർക്ക് മതിയോ ലാഭം, നമുക്ക് തുടങ്ങിയാലോ, സ്മോൾ ക്യാൻറ്റീൻ ആയാലോ. അങ്ങനെ ഒരു ചിന്തയിൽ വന്നു. ഉള്ളി അറിയുന്ന ആവശ്യത്തിലില്ലേ തന്നെ ബോർഡ് വെക്കാവുന്ന അവസ്ഥയിലായി. നമ്മൾ 2 ചർച്ച മുന്നോട്ട് പോയത് അങ്ങനെ. പക്ഷേ സ്വപ്നത്തിൽ വലിയ മുതലാളിമാരായി നമ്മൾ. ഇങ്ങനെ ഉള്ളി മുറിച്ച് സ്വപ്നം കണ്ടിട്ട് ഇരിക്കുമ്പോൾ
പെട്ടെന്നൊരു ചിന്ത വന്നത്. അച്ഛനെ നമ്മൾ തുടങ്ങി എന്താവന്തോ ശരിക്കും സക്സസ് ആവുമോ അത് ഫ്ലോപ്പ് ആവുമോ? അടുത്ത ടെൻഷൻ ഉള്ളി മുറിക്കുമ്പോൾ കണ്ണു നേറുന്നു. മറുഭാഗത്ത് ഈ ക്യാൻറ്റീൻ ബിസിനസ് നമ്മുടെ നെഞ്ച് ഇടിപ്പിക്കുന്നു. അങ്ങനെ നമ്മളെ ക്യാൻറ്റീൻ ചർച്ച ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. വഴിക്കും ഓളിതാ മസാല എല്ലാം റെഡി ആയിക്കൊണ്ട് ഇതാ അടിപൊളിയാണ്, നല്ല സ്മെല്ലുണ്ട്, അടിപൊളിയാണ്. ഇതിനൊക്കെ കഴിക്കാൻ ചിക്കനെല്ലാം മസാല ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചോറെല്ലാം റെഡിയായാവോ. അത് ഞങ്ങളുടെ ഒപ്പം പിന്നെ ജസീറുണ്ടാവും. ഓനക്ക് പിന്നെ സലാഡാക്കാൻ ഭയങ്കര ഇഷ്ടം. ഓന് ഭയങ്കര എക്സ്പോർട്ടായാലും സലാഡാക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ മുറിച്ചോണം, അതിനിടയിൽ ഞാൻ മുറിക്കാതിട്ട് ഓന് വന്ന് അങ്ങനെ മുറിച്ചോണ്ട് ഞാൻ ചെറിയ ചെറിയ കണ്ടാക്കി. ഓന് വന്നിട്ട് വലിയ വലിയ കണ്ടാക്കിയിട്ട് വെച്ച് എന്തായാലും തിന്നാൽ മതിയല്ലോ. ഓളയുടെ എണ്ണയിൽ ചൂടെണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ എടുത്തോണ്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ എണ്ണൻ്റെ സൗണ്ടും മണവും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. ഓൾക്ക് ഇതിലൊക്കെ നല്ല കൈപ്പുണ്യാണ് മാഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു, കുട്ടികളും എല്ലാവരും വലിയവരും എല്ലാവരും ഒന്നിച്ചിരുന്നു. എല്ലാവരും ഒരു പിടി മജിബൂസ് വായിൽ വെച്ചതും അടിപൊളി എന്ന് ചൊല്ലി, സൂപ്പർ ടേസ്റ്റ് എന്ന് ഓരോരോ സ്വരത്തിൽ ചൊല്ലി. ഓളുടെ കൈപ്പുണ്യം കൃത്യമായിട്ട് ഈ മജിബൂസിൽ അറിയുന്നുണ്ട്. കഴിക്കുന്നിടയിലും നമ്മുടെ ആ ക്യാൻറ്റീൻ ചർച്ച തീർന്നിട്ടില്ലാവോ. നമ്മളുണ്ടാക്കുന്ന മജിബൂസ് ഇത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയാൽ എന്താണോ ഇറ്റാവാതിരിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടിരുന്ന് സീറ്റോട്ട്. ഇവിടെ സീറ്റോട്ടിലിരിക്കാൻ എന്ത് ഭംഗിയാണോ. റോഡിൻ്റെ അടുത്ത് തന്നെയാണോ അവള് പോരാ. സമയത്ത് ഇങ്ങനെ സീറ്റോട്ടിലിരിക്കുമ്പോൾ അടുത്ത ചെടികളും പിന്നെ വണ്ടികളും ഒരു സമാധാനം. പിള്ളേർ അതിനിടയിൽ വണ്ടി പോകുന്നവരിൽ ടാറ്റാ ബൈ ബൈ സി യു ചൊല്ലിക്കൊണ്ട് പിന്നെ ആ ഉള്ളിക്കാക്കി ഓരമായ വന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ടിയത് അതെന്നെ ചൂട് ചായയും ബാഗായി ചെയ്യും. പിള്ളേരുടെ ടി വി നോക്കിയിട്ട് ചായയും പഴമോറിയും തിന്നോണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ ഒട്ടും മടുക്കരുത്. ചാനൽ എടുത്തോളം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, മറക്കല്ലേ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.